പള്ളി കൂദാശ കാലം 1-ാം ഞായർ. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 13 മുതൽ 19 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. പത്രോസിന്റെ വിശ്വാസ പ്രഖ്യാപനം. ഇന്ന് ആരാധന ക്രമവത്സരത്തിലെ അവസാന കാലമായ പള്ളി കൂദാശ കാലത്തിലേക്ക് നാം പ്രവേശിക്കുന്നു. പഴയ നിയമത്തിൽ ദൈവ സാന്നിധ്യത്തിന്റെ അടയാളമായിരുന്നു വാഗ്ദാന പേടകം. കാനാൻ ദേശത്തേക്കുള്ള യാത്രാവേളയിലും യുദ്ധങ്ങൾ ജയിച്ച് പ്രബലരായ വിജാതീയ രാജ്യങ്ങളെ കീഴടക്കുന്നതിനും ഇസ്രായേലിന് ശക്തിയായി വർത്തിച്ചത് ഈ വാഗ്ദാന പേടകമായിരുന്നു. സോളമന്റെ കാലത്ത് ദൈവത്തിന് വേണ്ടി ഒരു ആലയം പണിയുകയും വാഗ്ദാന പേടകം അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. എപ്പോഴൊക്കെ യഹൂദജനം സത്യദൈവത്തെ മറന്ന് അന്യദേവന്മാരെ പൂജിച്ചിരുന്നുവോ അപ്പോഴൊക്കെ പ്രവാചകരെ അയച്ച് മുന്നറിയിപ്പും അവസാനം പുറജാതികളുടെ അധിനിവേശവും കൊണ്ട് ദൈവം അവരെ ശിക്ഷിച്ചു. ബാബിലോണിയൻ, അസീറിയൻ, പേർഷ്യൻ, റോമൻ സാമ്രാജ്യങ്ങൾക്ക് അടിമപ്പെട്ട 7 നൂറ്റാണ്ടുകളുടെ ചരിത്രം ഈ അവിശ്വസ്തതയുടെ പ്രതിഫലനമാണ്. യേശുവിന്റെ ജീവിതകാലത്ത് റോമൻ ഭരണത്തിന് കീഴിലായിരുന്നുവെങ്കിലും ആരാധനാ സ്വാതന്ത്ര്യം അനുഭവിക്കപ്പെട്ടിരുന്നു. രാജഭരണമില്ലായിരുന്നുവെങ്കിലും അതാത് കാലത്തെ പ്രധാന പുരോഹിതരുടെ നിയന്ത്രണത്തിലായിരുന്നു യഹൂദ ജനത. യേശുവിന് വധശിക്ഷ നടപ്പിലാക്കിയത് റോമൻ പട്ടാളക്കാരായിരുന്നുവെങ്കിലും തീരുമാനമാക്കിയത് സൻഹെദ്രിൻ സംഘാംഗങ്ങളായിരുന്നു. അവന്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും പതിച്ചുകൊള്ളട്ടെ. മത്തായി 27:25 എന്ന ആക്രോശത്തിനുള്ള ശാപം പോലെയാണ് AD 72 ജെറുസലേം ദേവാലയം സമൂലം നശിക്കപ്പെടുന്നതും ആ വംശത്തിന് പലായനം ചെയ്യേണ്ടി വന്നതും. അന്ന് നഷ്ടമായ വാഗ്ദാന പേടകം ഇനിയും കണ്ടെത്താനായിട്ടില്ല. ദൈവത്തിന്റെ ജീവനുള്ള സാന്നിധ്യം ഇനി യേശുവിലാണ് എന്ന് ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയാണിത്. ഇതാ ദൈവത്തിന്റെ കൂടാരം മനുഷ്യരോടുകൂടെ. അവിടുന്ന് അവരോടൊപ്പം വസിക്കും. അവർ അവിടുത്തെ ജനമായിരിക്കും. അവിടുന്ന് അവരോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. വെളിപാട് 21:3. തിരുസഭയെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിയും വെളിപാടുമാണിത്. ഇന്നത്തെ സുവിശേഷ വായനയിൽ പത്രോസ് നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനാണ് എന്ന് ഏറ്റുപറയുമ്പോൾ യേശു സാക്ഷ്യപ്പെടുത്തുന്നത് യോനായുടെ പുത്രനായ ശിമിയോനെ നീ ഭാഗ്യവാൻ. നമ്മുടെ ദൈവം മരിച്ചവരുടെയല്ല ജീവിക്കുന്നവരുടെ ദൈവമാണ്. മത്തായി 22:32 എന്ന തിരിച്ചറിവാണ് മനുഷ്യജന്മത്തിൽ ഒരാൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ ഭാഗ്യം. തുടർന്ന് സഭയെ നയിക്കാനുള്ള ഭാഗധേയമാണ് യേശു അവനെ കയ്യിലേൽപ്പിക്കുന്നത്. നീ പാറയാണ്, ഈ പാറമേൽ എന്റെ സഭ ഞാൻ സ്ഥാപിക്കും. നരക കവാടങ്ങൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല. യേശുവിന്റെ പ്രതിനിധിയായി സഭയെ നയിക്കാനുള്ള നിയോഗമാണ് പത്രോസിന് ലഭിച്ചത്. ലോകാവസാനത്തോളം സഭ തുടരുകയും ചെയ്യും. മഴ പെയ്യും, വെള്ളപ്പൊക്കമുണ്ടാകും, കാറ്റൂതും, അത് ഭവനത്തിന്മേൽ ആഞ്ഞടിക്കും, എങ്കിലും അതിന് കോട്ടം തട്ടുകയില്ല. കാരണം അത് ബലിഷ്ഠമായ പാറമേൽ പണിയപ്പെട്ടതായിരിക്കുന്നു. മത്തായി 7:25 കർത്താവ് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ സിയോനിൽ ഒരു കല്ല്, ശോധന ചെയ്ത ഒരു കല്ല് അടിസ്ഥാനമായി ഇടുന്നു, വിലയുറ്റ കല്ല് അടിസ്ഥാനമായി ഇട്ടിരിക്കുന്നു. ഏശയ്യ 28:16 സഭയുടെ ആവിർഭാവം, അതിന്റെ വളർച്ച, അതിന്റെ വികാസം, അതിന്റെ ലയനം, അവസാനം, സമന്വയം തുടങ്ങിയ ദൈവിക പദ്ധതികളെക്കുറിച്ചുള്ള ചിന്തകളാണ് പള്ളിക്കൂദാശ കാലത്തിൽ വിചിന്തനം ചെയ്യപ്പെടുന്നത്. യേശുവിന്റെ മരണത്തിനു ശേഷം നടന്ന പന്തക്കുസ്ത തിരുനാൾ ദിനത്തിൽ സഭ ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. അന്നുവരെ ഭയചകിതനായിരുന്ന, കഴിവറ്റവനായിരുന്ന, നിരക്ഷരനായിരുന്ന പത്രോസ് ആത്മാവ് കൊണ്ട് നിറഞ്ഞവനായി, ഭാഷാപരം സിദ്ധിച്ചവനായി. ആദ്യ പ്രസംഗത്തിൽ തന്നെ 3000-ഓളം ആളുകൾ അവരോടൊപ്പം ചേർന്നു. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 2:41 12 പേർ മാത്രമുണ്ടായിരുന്ന ആ സമൂഹം ഒറ്റ ദിവസം കൊണ്ട് 3000-ആയി വികസിച്ചു. ഒത്തിരിയേറെ പ്രതിസന്ധികളും അടിച്ചമർത്തലുകളും നേരിടേണ്ടി വന്നെങ്കിലും സഭ ഇന്നും വളർന്നുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ അനേകം രാജ്യങ്ങളും സാമ്രാജ്യങ്ങളും തത്വസംഹിതകളും ഉയർക്കൊണ്ടു. അവർ ഒറ്റക്കെട്ടായി സഭയ്ക്കെതിരെ പടപൊരുതി. പക്ഷേ അന്തിമ വിജയം സഭയ്ക്കായിരുന്നു. കാലാന്തരത്തിൽ ബാക്കിയെല്ലാം നശിച്ച് അപ്രത്യക്ഷമായി. പക്ഷേ യേശുവിന്റെ സഭ മാത്രം എല്ലാറ്റിനെയും അതിജീവിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നു. ഏറ്റവും കൂടുതൽ കുപ്രചരണങ്ങളും ആക്രമണങ്ങളും നേരിടേണ്ടി വന്നിട്ടും ലോകത്തിൽ നിലനിൽക്കുന്ന ഏറ്റവും പഴക്കം ചെന്ന ഒരു പ്രസ്ഥാനം തിരുസഭയാണ്. അവൻ ചെയ്ത എല്ലാ അത്ഭുതങ്ങളെക്കാളും വലിയ അത്ഭുതമാണിത്. കാരണം അന്ധകാര ശക്തികൾ അതിനെതിരെ പ്രബലപ്പെടുകയില്ല എന്ന് പറഞ്ഞത് ദൈവപുത്രനായ യേശു തന്നെയാണ്. അവന് മാറ്റമില്ല. അവന്റെ വാക്കുകൾക്ക് മാറ്റമില്ല. അവന്റെ രണ്ടാമത്തെ വരവിൽ മനുഷ്യവർഗം മുഴുവൻ അവനിൽ സമന്വയിക്കപ്പെടും എന്ന വാഗ്ദാനവും നിറവേറപ്പെടും. അതിനായിട്ടുള്ള കാത്തിരിപ്പും പ്രതീക്ഷയും
പ്രയാണവുമാണ് ക്രൈസ്തവ ജീവിതം. നമ്മളൊക്കെ ഉത്തമ ക്രിസ്ത്യാനികളാണെന്ന് നാം അഭിമാനിക്കുന്നു. പലതരത്തിലുള്ള ഭക്ത്യാഭ്യാസങ്ങളിലൂടെ നാം അത് ജീവിക്കുന്നു. വിശുദ്ധ കുർബാനയും കൂദാശ സ്വീകരണവും കുടുംബ പ്രാർത്ഥനയും വാർഷിക ധ്യാനങ്ങളും തീർത്ഥാടനങ്ങളും ഉപവാസവും പരോപകാര പ്രവർത്തനങ്ങളുമൊക്കെയായി നമ്മുടെ വിശ്വാസ ജീവിതം നാം നയിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇതൊക്കെ വിശ്വാസ ജീവിതത്തിന്റെ അടിസ്ഥാന ഭാവങ്ങളാണോ? കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവർ ധാരാളം യേശുവിന്റെ നാമത്തിൽ പ്രവചിക്കുന്നവരും പിശാചുക്കളെ പുറത്താക്കുന്നവരും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവരും ഏറെയുണ്ട്. എങ്കിലും അവൻ നമ്മെ നോക്കി പറഞ്ഞേക്കാം, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതി പ്രവർത്തിക്കുന്നവരെ, നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. ലൂക്ക 13:27. അതുപോലെ അവിടുത്തെ രണ്ടാമത്തെ വരവിൽ ലോകത്തിൽ വിശ്വാസം കണ്ടെത്താൻ കഴിയുമോ എന്ന ആശങ്കയും അവിടുന്ന് ഉന്നയിക്കുന്നുണ്ട്. ലൂക്ക 18:8. ദൈവസ്നേഹമില്ലാതെ നാം ചെയ്യുന്ന ഒരു പ്രവൃത്തിയും ദൈവസന്നിധിയിൽ എത്തിപ്പെടുന്നില്ല. എന്റെ സ്വർഗസ്നായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക. മത്തായി 7:21 എന്ന് യേശു അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു. തിരുസഭ എന്നത് ഒരു നഗ്ന യാഥാർത്ഥ്യമാണ്. സ്നേഹിക്കുന്നവരുടെ കൂട്ടായ്മയാണ് സഭ. സഭയ്ക്ക് പുറമെ രക്ഷയില്ല എന്ന പരമ്പരാഗത വിശ്വാസം മാമോദീസ ജലം തലയിൽ വീണോ എന്നതല്ല, സ്നേഹ കൂട്ടായ്മയിൽ പങ്കാളിയാണോ എന്നതാണ്. ഇന്ന് നീ സ്വയം ചോദിക്കേണ്ട ചോദ്യം, നിനക്ക് ഈ സഭയിൽ അംഗത്വമുണ്ടോ എന്നതാണ്. നിന്നെ ദൈവം തിരിച്ചറിയുമോ എന്നതാണ്.